നമുക്കിനി ഈ ഒരു തൂഫാൻ ജാഗരൻ തുടരുന്ന ഒരു സമയത്തും പെരുമ്പാവൂരിൽ വീണ്ടും ലഹരി പുകച്ചുള്ള പരാക്രമം അവസാനിക്കാതെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. പെരുമ്പാവൂർ നഗരമധ്യത്തിൽ വെച്ച് ഒരു ഏറ്റുമുട്ടലുണ്ടായി. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റുമുട്ടിയത്. ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. സ്കൂട്ടറിൽ പോയ യാത്രക്കാരെ ചവിട്ടി വീഴ്ത്തുകയും വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഡോറുകൾ വലിച്ച് തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, ഇത് പെരുമ്പാവൂരാണ്, ലഹരി അവരുടെ ഉള്ളിലാണ്. പക്ഷേ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട നാട്ടുകാർക്കാണ് സമാധാനമില്ലാത്തത്. അതിനൊപ്പം പെരുമ്പാവൂരുകാർക്ക് വലിയ നാണക്കേടും ഉണ്ടാകുന്നു. കുറച്ച് ദിവസം മുമ്പാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ എത്തുകയും അവിടെ വലിയൊരു ബോധവൽക്കരണം നടത്തുകയും നാട്ടുകാർക്ക് വലിയ ആശ്വാസം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഈ ഇതര സംസ്ഥാനക്കാരുടെ ഹിന്ദിയിൽ രമേശ് ചെന്നിത്തല സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഇതിനൊരു മാറ്റം വരാത്ത എന്തുകൊണ്ടാണ്? ഇവർക്ക് ഇപ്പോഴും ലഹരി സുലഭമായി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ശരൺ, പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ ലഹരി ഉപയോഗവും അതിക്രമവും ഒക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നതാണ്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലേക്ക് നേരിട്ടെത്തി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ബോധവൽക്കരണം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയും ഇത്തരത്തിലുള്ള കാഴ്ചകൾക്ക് യാതൊരുവിധ കുറവുമില്ല എന്നുള്ളതാണ്. അതായത് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയാണ്. പെരുമ്പാവൂർ നഗരം മധ്യത്തിലാണ് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പരസ്പരം ഏറ്റുമുട്ടിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവർ ലഹരി ഉപയോഗിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടിയെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഏറ്റുമുട്ടുക മാത്രമല്ല, റോഡിലൂടെ പോവുകയായിരുന്ന ബൈക്കുകളെ ചവിട്ടി വീഴ്ത്തുകയും കാർ അടക്കമുള്ള വാഹനങ്ങളുടെ ഡോറ് വലിച്ചു തുറന്നുള്ള ഒരു അഭ്യാസ പ്രകടനം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാക്രമം കൂടിയാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തുടക്കത്തിൽ നാട്ടുകാർ ഇടപെട്ട് ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടതോടുകൂടി പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് സംഘം സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും ഈ രണ്ടുപേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കസ്റ്റഡിയിലെടുത്ത ആൾക്ക് ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അതായത് നേരത്തെ ഇതര സംസ്ഥാനക്കാരനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഓടി രക്ഷപ്പെട്ട മറ്റേ ആൾക്കായിട്ട് അന്വേഷണം തുടരുകയാണ്. ശരി ശരൺ, അപ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തരമന്ത്രിയുടെ രമേശ് ചെന്നിത്തലയുടെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് പെരുമ്പാവൂരിലെ ഈ ഒരു ദൃശ്യങ്ങളും ഈ ഒരു സംഭവം എത്തുമെന്ന് തന്നെ ഞങ്ങൾ കരുതുകയാണ്. ഉറപ്പായും ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയുമുണ്ട്. അതോടൊപ്പം അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഇപ്പോഴും പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ മുൻനിർത്തിക്കൊണ്ടുള്ള ലഹരി ഇടപാടും ഉപയോഗവും കച്ചവടവും വിൽപ്പനയും എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു തെരുവിൽ വലിയ തോതിലുള്ള പരാക്രമം നടത്തുന്ന ഈ ചെറുപ്പക്കാർക്ക്, ഈ ഇതര സംസ്ഥാനക്കാർക്ക് എവിടെ നിന്നാണ് ലഹരി ലഭിക്കുന്നത് എന്നുള്ള അന്വേഷണം ഉണ്ടാവണം. അതോടൊപ്പം പൂർണ്ണമായും ഇത് അവസാനിപ്പിക്കുന്നത് വരെ, ഈ ഒരു ലഹരിയുടെ ഉപയോഗം അവസാനിപ്പിക്കുന്നതുവരെ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യണം.